അസ്സലാമലൈക്കും. എന്താണ് മക്കളെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാൻ 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ പോസ്റ്റ്മേൽക്കൊക്കെ മരം വീണിട്ട് ആകെ കറണ്ടൊക്കെ പോയി കിടക്കുമായിരുന്നു. അത് കാരണം ഫോണൊക്കെ ഓഫായിരുന്നു. അതൊക്കെ മരമൊക്കെ വെട്ടി നീക്കി കറണ്ട് ശരിയാക്കിയപ്പോഴാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഷാജിയുടെ വീഡിയോസൊക്കെ ഞാൻ 2-3 ദിവസം മുമ്പിട്ട് കണ്ടിരുന്നു. ഞാൻ ആ കുട്ടീനൊക്കെ അല്ലാതെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു. അത് 5 മക്കളും എത്തിയമായ മക്കളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നോക്കുക. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന് നാണം കെടുത്തലും യൂട്യൂബർമാരെ കുറ്റം പറയലും മക്കളെ നാണം കെടുത്തലും എല്ലാം കൂടി എന്തുകൊണ്ടാ കാട്ടിക്കൂട്ടുന്നത്? പെൺകുട്ടി കിടന്നിട്ട് കുറച്ചോനെ അതിൻ്റെ നാവൊക്കെ ഭയങ്കരമായ നാവായിപ്പോയില്ല. ഒക്കെ നമ്മൾ പാവെന്ന് വിചാരിക്കണതൊക്കെ പാതളായിട്ടാണ് വരുന്നത്. നമ്മളൊന്നും പാവെന്ന് വിചാരിക്കരുത്. അതേപോലെ നെജിലയുടെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരെ ഭർത്താക്കന്മാരങ്ങോട്ട് പോയി ഒരു കൊല്ലം കഴിയണേലും മുപ്പട്ട എല്ലാ സൗഭാഗ്യങ്ങളാവുമ്പോൾ ആൾക്കാർക്ക് എവിടെയും നിൽക്കണ്ടോന്നൊന്നും യാതൊരു നിൽക്കക്കളിയില്ല. നമ്മളൊക്കെ എത്രയോ കൊല്ലങ്ങളായി ഇങ്ങനെ വലച്ചിൽ തുടങ്ങിയിട്ട്. ഇപ്പം നെജിലയുടെ കുറച്ച് ദിവസം മുമ്പിട്ട് ഞാനൊരു പാട്ട് കേട്ടിരുന്നു. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഷോർട്ട് വീഡിയോയിലൊരു പാട്ട് കേട്ടു. നല്ലൊരു പാട്ടായിരുന്നു കേട്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാമോ? ആ പാട്ട് എന്തുകൊണ്ടാണ് പണ്ടത്തെ പോലെ എൻ്റെ വീട് കൂരയല്ല, മുഞ്ചൊന്നും എടുത്ത് നടക്കാൻ നേരമില്ല, പോയ കാലം വരികയില്ല. അത് പറയാൻ പറ്റില്ല. പോയ കാലം വരികയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു വിചാരിക്കുന്നത് പോയ കാലം. ചിലപ്പോൾ പോയാലും വലിയ കാലങ്ങളൊക്കെ അള്ളാഹു നമുക്ക് കൊണ്ട് കൂട്ടിയാൽ അതും നമ്മൾ അനുഭവിക്കണം. അപ്പോൾ പോയ കാലം വരികയില്ല എന്നുള്ള വാക്കുകളൊന്നും നമ്മളെപ്പോഴും പറയാൻ പാടില്ല. പിന്നെ വെച്ചാൽ അവർക്കൊക്കെ എന്ന് വെച്ചാൽ എല്ലാം കൊണ്ട് സുഖം നെജിലാക്ക് എന്തെങ്കിലുമൊക്കെ കുറവുള്ളത് വീട്ടിൽ നിന്ന് അവകാശം വല്ല സ്ഥലമുണ്ട്, അതിലൊരു കൂര വെച്ച് കെട്ടിയാലും നെജിലാക്ക് എടുക്കുക. പിന്നെ തെപ്പറത്തോട്ടത്തിലല്ല പണി ചെയ്യുന്നത്. അത് വലിയ പണിയായിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങളൊക്കെ ചെയ്ത പണി ചെറുപ്പം മുതൽ 10, 12, 13 വയസ്സിൽ വീടിയറുപ്പ് അടിച്ച് ഭർത്താവിനെ നോക്കണം, മക്കളെ നോക്കണം, എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞ് ഹോം നേഴ്സ് പണി, അത് കഴിഞ്ഞ് വീട്ടുജോലി, അത് കഴിഞ്ഞ് ആൾക്കാരെ വെച്ച് പാത്രം കഴുകാൻ നടന്നിരുന്നു, പച്ചട്ടാൻ കഴുകാൻ നടന്നിരുന്നു, ഡ്രസ്സ് കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെ പറയണം പണി എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആവുള്ള കാലത്ത് പണിയെടുത്ത് അധ്വാനിച്ച് നമ്മളെ മക്കളെ ഭർത്താക്കന്മാരില്ലെങ്കിലും മക്കളെ നോക്കുന്നതിനൊന്നും ഒരു വിരോധമില്ല. അതൊന്നും ഇത്ര വലിയ സംഭവമായിട്ടൊന്നും എടുക്കാനില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു വയ്യാത്ത മോനൊരു വിച്ച് വരുന്ന മോനുമായിട്ട് ഞാൻ പെരുവഴി ആധാരം എന്ന് പറഞ്ഞമായിരുന്നു. ഞങ്ങൾക്ക് റോട്ടിൽ ചെന്ന് കൊടുക്കാൻ പറ്റുമോ? ഈ മോനായിട്ട് ഏത് നേരവും താക്കോലും ഇരുമ്പും കൈ കൊടുത്തുമായിട്ട് ഒരു മോനും ഞാനും ഏത് നേരത്തിന് ഈ പെര തട്ടിമറിഞ്ഞ് വീഴുമെന്ന് പറയാൻ പറ്റുമോ? ആ ജാതിയുള്ളൊരു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നല്ല വീടും കൂടി എടുത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ എത്ര നാളുകളായി എന്ന് വിചാരിക്കുന്നു. പറ്റണില്ല. അഡ്വാൻസ് കൊടുക്കാൻ നമ്മളതിലില്ല. എൻ്റെ മക്കളൊക്കെ എന്നെ വിളിച്ചുമായിട്ട് ചീത്ത പറയുന്നവർക്ക് പേടിയായിട്ട് കാറ്റും പോലും ഇതൊക്കെ വരുമ്പോൾ തട്ടിമറിഞ്ഞ് വീട് ഇടയ്ക്കിലും മാറുന്നത്. ഇടയ്ക്ക് മാറാനേ ഞങ്ങൾ റോട്ടിൻ്റെ നടുവിൽ ഈ സാധനങ്ങളൊക്കെ വായിക്കിട്ട് വെച്ചുമായിട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ തിരിഞ്ഞ് നോക്കാനൊക്കെ ഒരു മനുഷ്യന്മാർക്കില്ല, നേരവും ഇല്ല, സമയവും ഇല്ല. ആൾക്കാരോട് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ വന്നത് തന്നെ നമ്മളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നെജിലയും ഷാജിയും ഒക്കെ ഭയങ്കര വൈറലായി നിൽക്കുന്നു. അവർക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ പൊക്കി അവരെടുത്തിട്ട് തലയിൽ വെച്ച് നേന്ത്രഞ്ഞാലാടുന്നതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മുടെ സങ്കടങ്ങളൊക്കെ ആൾക്കാർ വായിക്കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കൊരു വാടക വീട് എടുക്കാനായിട്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കണം. എനിക്കൊരു വാടക എടുക്കാം. 18 കൊല്ലമായി ഞങ്ങൾ വാടകയ്ക്ക് തന്നെ കൊടുക്കുന്നു. സ്വന്തമായ വീടില്ലെങ്കിലും ഇത് നല്ല ഒരു വാടക വീട് എടുക്കാൻ എന്നെ കൊണ്ട് അഡ്വാൻസ് കൊടുക്കാൻ തരില്ല. അപ്പോൾ എന്തെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പറും ഇതൊക്കെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിനൊന്നും തിരിഞ്ഞു വെക്കാൻ ആളില്ല എൻ്റെ മക്കളെ. പിന്നെ നമ്മളെ വിഷമം കൊണ്ടൊക്കെ പറഞ്ഞു പോണതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ വന്ന് പറയും. പക്ഷെ ആരെയും കുറ്റവും കുറവും പറയില്ല. ഞാൻ ആരെ കുറ്റങ്ങളും കുറവുകളും പറയില്ല കേട്ടോ മക്കളെ.